ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ആദിത്യ പഞ്ചോളിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ക്രിക്കറ്റ് ബെറ്റിംഗിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ആദിത്യ പഞ്ചോളി സാർ, ഇത് സത്യമാണോ? ദീപ ബാർ എന്നുള്ളത് മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ബാറാണ്. അവിടെ പെൺകുട്ടികൾ ഡാൻസ് കളിക്കും. താങ്കൾ അവിടെ സ്ഥിരമായിട്ട് പോകാറുണ്ടോ? നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും ബാർ വെറും ബാർ മാത്രമാണ്. ഞാനവിടെ റെഗുലറായിട്ടൊന്നും പോവാറില്ല. കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ അവിടെ പോകുന്ന സമയത്ത് താങ്കൾ ശ്രീലങ്കൻ ക്രിക്കറ്ററായ മുരളിയെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. അതിനുശേഷം മുരളിക്ക് ആ ബാർ ഗേളിനെയും താങ്കൾ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായും തെറ്റാണ്. ഞാൻ മുരളി അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. മുരളിയും ഞാനും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് കാരണം ഞങ്ങൾ പരിചയപ്പെട്ടു. മുത്തയ്യ മുരളീധരനെ പരിചയപ്പെടാൻ ആർക്കും ആഗ്രഹമില്ലാത്ത ഞാൻ പണ്ട് മുതലേ അദ്ദേഹത്തിന്റെ ഫാനാ. ഞാൻ എല്ലാ ക്രിക്കറ്റേഴ്സിന്റെ ഒരു ഫാനാ. മുരളിയുടെ കാര്യം എടുത്താൽ ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ്. മുരളി താങ്കൾക്ക് മുൻപ് തന്നെ അറിയാം? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ അന്നാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സീ ഫുഡാണ് കഴിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ സീ ഫുഡൊക്കെ നന്നായിരിക്കുമെന്ന്. അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എൻ്റെ കൂടെ വരാമെന്നും ഞാൻ പറഞ്ഞു. അങ്ങനെ അവിടെയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവിടെ വെച്ച് മുരളി എന്നോട് പറഞ്ഞു, മുംബൈയിൽ വലിയ ബാറൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ, അതും വലിയ ഡാൻസ് ബാറൊക്കെ. താങ്കൾ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമല്ലേ? ഇല്ല, ഞാൻ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹമാണ് അദ്ദേഹത്തെ കൂട്ടി ബാറിൽ പോകാൻ പറഞ്ഞത്. കാരണം ആ ബാറ് എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെതായിരുന്നു. ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് മുരളിയും ഞാനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന്. എല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യണം, വലിയ വലിയ ആളുകളാണ് വരുന്നത്, കൂടെ മുരളിയുണ്ട് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ഇത്രയേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ അവിടേക്ക് പോയി. എന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. മുരളിയെ അവർക്ക് മനസ്സിലാവാൻ ഒരു 2-3 മിനിറ്റ് സമയമെടുത്തു. അങ്ങനെ എന്നെയും മുരളിയെയും ഒന്നിച്ച് കണ്ടതിന് ശേഷം അവിടെ ഡാൻസ് കളിക്കാനുണ്ടായിരുന്ന എല്ലാ പെണ്ണുങ്ങളും കൂടി കസ്റ്റമേഴ്സിന്റെ മുന്നിൽ വെച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ എല്ലാവരുടെയും ശ്രദ്ധ ഞങ്ങളിലേക്കായി മാറി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാഴ്ചക്കാരും, ഡാൻസ് കണ്ടുകൊണ്ടിരുന്നവരും, ബാറിൽ കുടിച്ചുകൊണ്ടിരുന്ന എല്ലാവരും, അതായത് എല്ലാവരും ബാറിൽ കുടിക്കാനാണല്ലോ പോകുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബാറിലാരും മോശമായിട്ട് നഗ്നരായിട്ടൊന്നും ഡാൻസ് കളിക്കില്ല. അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ ചുറ്റിലും വന്നു. മുരളിക്കപ്പ് എന്തൊരു ജോഷായിരുന്നു എന്നറിയില്ല. അദ്ദേഹം ഹിന്ദി പാട്ടുകളുടെ വലിയൊരു ഫാനാണ്. അദ്ദേഹം ഡാൻസ് കളിക്കാൻ തുടങ്ങി. പബ്ലിക്കും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഞാൻ കളിച്ചില്ല, കാരണം എനിക്ക് ഡാൻസ് അറിയില്ല. ഞങ്ങളന്ന് ശരിക്കും കുടിച്ചിട്ട് പോലുമില്ല. പക്ഷേ ന്യൂസ് പേപ്പറിലും ടിവിയിലും ഒക്കെ വന്നത് ഞങ്ങൾ അവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയെന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ പോലും ചെലവായില്ല. ഞാൻ നേരിട്ട് ചോദ്യത്തിലേക്ക് വരാം. ആ സ്ഥലത്ത് തരം എന്ന് പേരുള്ള ഒരു ബാർ ഗേൾ, അവരുടെ വീട്ടിൽ നിന്ന് പോലീസിന് 22 ലക്ഷം രൂപ കിട്ടിയിരിക്കുകയാണ്. പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇന്ററോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ താങ്കൾ മീറ്റ് ചെയ്തോ ഇല്ലേ? ആ തരൺ എന്ന പേരുള്ള സ്ത്രീ ആരാണെന്ന് പോലും എനിക്കറിയില്ല. മേ ബി അവരവിടെ ഉണ്ടായിരുന്നിരിക്കാം, അവിടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ ഞങ്ങൾ ആരുമായിട്ടും, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു ഡ്രിങ്ക് പോലും കുടിച്ചില്ല, 1 രൂപയും ചെലവാക്കിയില്ല. അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് അവിടെ ആർക്കും ഓട്ടോഗ്രാഫ് പോലും നൽകിയില്ല. മുരളി അവിടേക്ക് വന്നതിന്റെ കാരണം എന്താണെന്നാൽ ബിക്കോസ് ഹി വാണ്ടഡ് ടു റിലാക്സ്. അദ്ദേഹം എന്തോ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിരുന്നതാണ്. ബട്ട് പബ്ലിക് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തി. അതിനുശേഷം ഞങ്ങളിങ്ങ് പോന്നു. അത്രയും നടന്നുള്ളൂ. കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ആ ബാറിൽ വെച്ച് മുരളിയെ താങ്കൾ തരണമിന് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് ക്രിക്കറ്റിൽ ബെറ്റിംഗ് തന്നെ തുടങ്ങിയിരിക്കുന്നത്. പൂർണ്ണമായും തെറ്റാണ് സാർ. ഞാൻ എന്തിന് തരണത്തെ മുരളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം? ഞാനെന്താ അവരുടെ ബ്രോക്കർ എങ്ങാനാണോ? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാനെന്താ അവരുടെ ഇടയിൽ മിഡിൽമാൻ എങ്ങാനും ആണോ? ഇതെന്റെ അഭിമാന പ്രശ്നമാണ്, എന്റെ ഫാമിലിയുടെ അഭിമാന പ്രശ്നമാണ്. ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മുരളിയെയും തരണത്തെയും മീറ്റ് ചെയ്യിപ്പിച്ച് അവരോട് എന്ത് വേണമെങ്കിലും ചെയ്തോന്നും പറഞ്ഞ് മാച്ച് ഫിക്സിങ്ങും ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശ് മുഴുവനും ഞാൻ സ്വന്തമാക്കി എന്നൊക്കെയാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ജോലി ഇതാണോ സാർ? കുറ്റാരോപണം എന്താണ്? അല്ല സാർ, ആരോപണങ്ങൾ ആർക്കു നേരെയും എങ്ങനെയും വരാം. എനിക്കും വേണമെങ്കിൽ നിങ്ങൾ ഒസാമയുടെ ആളാണെന്ന് ഇപ്പോൾ ആരോപിക്കാൻ പറ്റും. എന്ന് വെച്ച് നിങ്ങൾ ഒസാമയുടെ ആളാണെന്നാണോ അതിന്റെ അർത്ഥം? ആദിത്യ സർ, മുംബൈ പോലീസ് റിപ്പോർട്ടേഴ്സിനോടും പത്രക്കാരോടും എന്താ പറഞ്ഞെന്ന് വെച്ചാ, അതായത് ആദിത്യ പഞ്ചോളി തരണിനെ മുരളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. മുരളി ക്രിക്കറ്റ് ബെറ്റിംഗിൽ ഏർപ്പെട്ടതായി തരണം പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത്. ഇപ്പോ തരണത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാ പോലീസിനെ പറ്റി എന്താണ് പറയുന്നത്? തരണത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പോലീസുകാരെ ഞാൻ ബഹുമാനിക്കുന്നു, അതേസമയം പോലീസുകാരെ ഭയപ്പെടുകയും ചെയ്യുന്നു. അതാണ് സത്യം. എല്ലാവരും ബഹുമാനിക്കുകയും വേണം, അതേസമയം പേടിക്കുകയും വേണം. തരണം ആക്ച്വലി അവരുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാ, അവർക്ക് ആദിത്യ പഞ്ചോളി ആരാണെന്ന് പോലും അറിയില്ലെന്ന്. അവർ പ്രസ്സിനോടും പറഞ്ഞിട്ടുണ്ട്, ടിവിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടിവിയിൽ കണ്ടിട്ടില്ല, കാരണം എനിക്ക് അപ്പോഴൊക്കെ ടിവി കാണുന്നത് തന്നെ ദേഷ്യമായിരുന്നു. അവരെന്തായാലും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആദിത്യ പഞ്ചോളിയും അറിയില്ല, അതുപോലെ മുരളിയും അറിയില്ല എന്ന്. അതുപോലെ ഇന്ന് മുരളിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ആദിത്യ പഞ്ചോളിയെ 1 തവണയെ കണ്ടിട്ടുള്ളൂ എന്നാണ്. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. അദ്ദേഹവും പറയുന്നത് ഇത് തന്നെയാണ്, അതായത് തരുണത്തെ ഇതുവരെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടേ ഇല്ല എന്ന്. അതേപോലെ മുരളിയെപ്പറ്റി ഞാനിവിടെ നിർബന്ധമായിട്ട് ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 2 മണിക്കൂർ ചെലവഴിച്ചു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഹീസ് എ സോൾജിയർ ഓഫ് ഹിസ് കൺട്രി. അദ്ദേഹം ഒരിക്കലും തന്റെ രാജ്യത്തെ വഞ്ചിക്കില്ല.
ഇത് എന്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ്. ബാക്കി എന്തൊക്കെയാ നടന്നതെന്ന് പോലീസുകാർ അന്വേഷിച്ചോളും, ICC അന്വേഷിച്ചോളും, ബന്ധപ്പെട്ട അതോറിറ്റീസ് അന്വേഷിച്ചോളും. ഞാൻ എനിക്ക് തോന്നിയ ഒരു പേഴ്സണൽ ഫീലിംഗ് പറഞ്ഞു എന്ന് മാത്രം. ശരി, താങ്കൾ തന്നെ പറയൂ. അന്ന് താങ്കൾ മുരളിയെ കണ്ടിരുന്നു. അതിനുശേഷം താങ്കൾ മുരളിയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് വരെ, അതായത് നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ എപ്പോഴാണ് വന്നത്, നമ്മുടെ മുംബൈയിലൊക്കെ, ഓക്കെ, അന്ന് മുതൽ എനിക്ക് ഒരൊറ്റ നമ്പറേ ഉള്ളൂ. എന്റെ നമ്പർ ഞാൻ മുരളിക്ക് കൊടുത്തിട്ടുമില്ല, മുരളിയുടെ നമ്പർ ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ടുമില്ല. അതിനുശേഷം ഞാൻ മുരളിയും കണ്ടുമുട്ടിയിട്ടുമില്ല. ഒരുപക്ഷെ അദ്ദേഹം അന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോഴായിരിക്കും വീണ്ടും എന്നെ പറ്റി ഓർത്തത്. അതായത് ഞാനന്ന് ആദിത്യ പഞ്ചുരുളി എന്ന ആക്ടറെ കണ്ടുമുട്ടിയിരുന്നല്ലോ എന്ന സംഭവമൊക്കെ. ആദിത്യ പഞ്ചോളി എന്നെ കുടുക്കി വിട്ടല്ലോ എന്ന് അദ്ദേഹം ഫീൽ ചെയ്തത്. ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വീണ്ടും പറയാം. അതായത് മുരളിയാണ് ബാറിൽ പോകണമെന്ന് പറഞ്ഞത്. ഒരുപക്ഷെ ഞാൻ ശ്രീലങ്കയിൽ പോയിട്ട് മുരളിയോട് ഞാൻ പറയുകയാണ്, എനിക്ക് ഡിസ്കോയിൽ പങ്കെടുക്കണം, ഡാൻസ് ചെയ്യണം, ബാറിൽ പോകണം, ഇങ്ങനെ പറഞ്ഞാൽ മുരളി എന്നെ കൊണ്ടുപോകാതിരിക്കുമോ? ഇല്ലല്ലോ. അദ്ദേഹം എന്റെ ഗസ്റ്റ് ആയിരുന്നു, ഞാൻ അദ്ദേഹത്തെ സൽക്കരിച്ചു. അതൊരു പ്രൈവറ്റായ സ്ഥലമൊന്നും ആയിരുന്നില്ലല്ലോ. ചിലർക്കേ പോകാൻ പറ്റൂ, ചിലർ പോകാൻ പാടില്ല എന്നൊക്കെ പറയാൻ. അവിടെ ആർക്കും പോവാലോ. ഒരുപക്ഷെ അദ്ദേഹം എന്നോട് ക്ഷേത്രത്തിലാണ് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയാനെ. ഇപ്പൊ ഇതില് മുരളി കാരണമാണ് താങ്കൾ കുടുങ്ങിയതായി താങ്കൾക്ക് വല്ല ഫീലും ഉണ്ടോ? ഞാൻ മുരളി എറിഞ്ഞ ദൂസര പന്തിന്റെ അവസ്ഥയിലായെന്ന് പറയാം. ശരി, താങ്കൾ തരുണിനെ എത്ര പ്രാവശ്യം കണ്ടതായിട്ടാണ് ഓർമ്മ? ഞാൻ ഇതുവരെ തരണത്തെ കണ്ടുമുട്ടിയിട്ടേയില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് മുംബൈ പോലീസ്, ഇന്ത്യ പോലീസ് എല്ലാവരും വളരെ മികച്ചവരാണ്. അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ നീതിപീഠത്തിൽ ഒരു കാര്യം മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയും ഈ ഷോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയും കൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് എന്നാണോ മാച്ച് നടന്നത് അതിന്റെ 5 വർഷത്തേക്കുള്ള റെക്കോർഡ് നിങ്ങൾ എടുത്തു നോക്കൂ. ഓക്കെ, എല്ലാവർക്കും എല്ലാ ഡേറ്റ്സും അറിയാലോ. 16-ാം തീയതി ഇന്ത്യ പാകിസ്ഥാന്റെ കൂടെ കളിച്ചു, പിന്നെ സിംബാബ്വേന്റെ കൂടെ, ഓസ്ട്രേലിയന്റെ കൂടെ, അങ്ങനെ എല്ലാം അറിയാം. നിങ്ങൾ കലണ്ടറും എടുത്തു വെച്ച് നോക്കിക്കോളൂ. അതായത് 5 വർഷത്തിനിടയ്ക്ക് എപ്പോഴൊക്കെയാണോ ക്രിക്കറ്റിലെ സുപ്രധാനമായ മാച്ചുകൾ നടന്നിട്ടുള്ളത് ആ ഡേറ്റുകളിലുള്ള തരുണത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വാങ്ങണം. എത്ര ഇൻകമിംഗ് കോൾ വന്നിട്ടുണ്ട്, എത്ര ഔട്ട് ഗോയിങ് പോയിട്ടുണ്ട്, ഇതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്ന്. അതിൽ നിന്ന് ഒരു റെക്കോർഡെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? അതായത് ഞാൻ അവർക്ക് കോൾ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ അവർ എനിക്ക് ചെയ്തിട്ടുള്ളതോ? ഞാൻ അവരുടെ മുഖം പോലും ഇതുവരെ കണ്ടിട്ടില്ല. അവർ സുന്ദരിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ താങ്കൾ കാണാൻ തീർച്ചയായിട്ടും അവരെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അവരെ കാണണമെന്ന് താങ്കൾ ആഗ്രഹിച്ച പോലീസ് സ്റ്റേഷനിൽ വേണം പോയി കാണാൻ. അതായത് അവരെ അറസ്റ്റിലായി എന്ന് ഞാൻ കേട്ടിരുന്നു. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമ്മുടെ പോലീസാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ നിയമ സംവിധാനമാണ് തീരുമാനിക്കേണ്ടത് അവരിതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. ഇന്നലെ മറ്റൊരു അഭ്യൂഹം കൂടി പരന്നിരുന്നല്ലോ മീഡിയയിൽ. അതായത് ആദിത്യ പഞ്ചോളിക്ക് പോലീസിന്റെ സമൻസ് കിട്ടിയിരിക്കുന്നു. നിങ്ങളൊക്കെ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം വാർത്തകൾ എഴുതാൻ. എനിക്ക് പോലീസിന്റെ അടുത്തുനിന്ന് ഒരു സമനും വന്നിട്ടില്ല. പോലീസിന് വേണമെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിപ്പിക്കാവുന്നതാണ്. എന്നെ വേണമെങ്കിൽ അവർക്ക് സ്റ്റേഷനിലേക്കും കൊണ്ടുപോകാം. പക്ഷേ ദേ കനോട്ട് സമൻ മീ. സമൻ ഇഷ്യൂ ചെയ്യപ്പെടുന്നത് കോർട്ടിൽ വെച്ചാണ്. അതും എപ്പോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രം. ഇതൊന്നും മനസ്സിലാക്കാതെ മീഡിയയ്ക്ക് പവർ ഉണ്ടെന്നും വെച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാമെന്നാണോ? നോക്കൂ, ഞാൻ മീഡിയയെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്. മീഡിയയും ഞങ്ങളും ഹാൻഡ് ആൻഡ് ഗ്ലൗ പോലെയാണ്. അവരില്ലെങ്കിൽ ഞങ്ങളും ഇല്ല, ഞങ്ങളില്ലെങ്കിൽ അവർക്കും നിലനിൽപ്പില്ല. അവർക്ക് ഹോട്ട് ന്യൂസുകൾ ആവശ്യമാണ്. ഇപ്പം ഞാനൊരു സോഫ്റ്റ് ടാർഗറ്റ് പോലെയാണ്. താങ്കൾ മീഡിയയ്ക്ക് ടക്ക് ടക്കെന്ന് ഹോട്ട് ന്യൂസ് ആണല്ലോ കൊടുക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ഒരു കണക്കിന് സത്യമാണ്. അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും നീതിപീഠത്തെ സാക്ഷിയാക്കി, ജഡ്ജി സാറിനെ സാക്ഷിയാക്കി, സത്യങ്ങളെ സാക്ഷിയാക്കി, എന്റെ കുടുംബത്തെ സാക്ഷിയാക്കി, ആരോടൊക്കെ ഞാൻ ഇതുവരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരോടെല്ലാവരോടും ഞാൻ ഇപ്പോൾ കൈകൂപ്പി മാപ്പ് അപേക്ഷിക്കുകയാണ്. ആദിത്യ പഞ്ചോളി സാർ, ഇപ്പോഴാണ് വിചാരണ തുടങ്ങിയിരിക്കുന്നത്. ക്ഷമ ചോദിക്കാൻ താങ്കൾക്ക് ധാരാളം സമയം ഇനിയുണ്ട്.